ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ റിവിഷൻ പ്ലാൻ. നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ കാര്യം, നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള. മേ ബി ഇന്നത്തെ ദിവസം നിങ്ങളൊരു 2-3 ചാപ്റ്റർ റിവൈസ് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്തത്. അത് ജസ്റ്റ് ഒരു ചാപ്റ്റർ ഉച്ച വരെ, ഒരു ചാപ്റ്റർ ഉച്ച കഴിഞ്ഞ്, ഒരു ചാപ്റ്റർ രാത്രി, അങ്ങനെ മാത്രമാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഉറപ്പായിട്ടും കുറേ സമയം ഇതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു. പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അതിലെ മെയിൻ ഹെഡിങ്സ് ഈ ഒരു രീതിയിൽ ഓരോ ചാപ്റ്ററും പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ടോപ്പിക്സ് നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആകാനുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അതിനനുസരിച്ച് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഓരോ ചാപ്റ്ററിനും ആദ്യമേ ഉണ്ടാക്കി വെക്കുക. ആ ഓരോ ടോപ്പിക്കിനും പഠിക്കാനുള്ള ഒരു ടൈം അസൈൻ ചെയ്യുക. എന്നിട്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകുക. ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് കവർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഡോപ്പയിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും എക്സാംസ് നടക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ആക്ച്വലി ഒരു സർപ്രൈസ് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാം എഴുതാനുള്ളൊരു അവസരം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഗൈഡ് എടുത്തിട്ട് അതിലൊരു 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻ, ഒരു 45 മിനിറ്റ്സിൻ്റെ സെൽഫ് എക്സാം എന്നുള്ള രീതിയിൽ ടൈം വെച്ച് എക്സാം ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ റിവിഷൻ ഫേസിൽ വേണം നമുക്ക് നമ്മുടെ സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ എക്സാംസ് എഴുതിയാൽ മാത്രമേ നമ്മുടെ പല മിസ്റ്റേക്സ് നമുക്ക് കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് നിങ്ങൾ വരുത്തിയ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അന്ന് നിങ്ങളുടെ പഠിത്തത്തിൽ ഉണ്ടായ ഒരു പ്രോഗ്രസ്, അത് മേ ബി നിങ്ങൾക്ക് ക്ലിയർ ആകാത്തൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ക്ലിയർ ആയതായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് തെറ്റിപ്പോയിക്കൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വളരെ ചെറിയൊരു പ്രോഗ്രസ് ആണെങ്കിൽ പോലും അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിൽ അടുത്തൊരു ദിവസത്തെ റിവിഷനിൽ നിങ്ങൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വരുത്തിയ ചെറിയ മിസ്റ്റേക്സ്, ഈ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എല്ലാ ദിവസവും അവസാനിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളൊരു ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.